ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഇവർക്ക് സമനില നഷ്ടപ്പെട്ടിരിക്കുക. ഇന്നലെ ഈ സഭയിൽ കലക്കവെള്ളത്തിന്റെ ഒരു കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് വന്നു. ഞങ്ങളൊക്കെ ജലപീരങ്കിയുടെ മുമ്പിൽ ഒരുപാട് സമരം ചെയ്തവരാ. എങ്ങനെയാണ് ജലപീരങ്കി അടിക്കുമ്പോ ഈ വെള്ളം കുപ്പിയിൽ കരുതി വെക്കാൻ കഴിയാന്ന് ഞങ്ങളൊക്കെ ധരിച്ചാണ്. ഫ്ലാഷ് ബാക്ക്. ഇന്നൊരു സംഭവം നടന്നു. ഓ, എന്താ സംഭവം? പറ കേക്കട്ടെ. അത് അങ്ങയുടെയും സഭയുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. പറയാം. ഇന്ന് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം ഒരു മാറ്റവും ഇല്ല. പോലീസ് നേരിട്ടത് അവര് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്കവെള്ളമാണ്. സമ്മതിച്ചേ? ഞങ്ങളൊക്കെ ചോദ്യം ഉന്നയിച്ചാണ്. ഇന്നിപ്പോ മെട്രോ മനോരമയിൽ ഇതാ ചിത്രം സഹിതം ഒരു വാർത്ത വന്നിരിക്കുകയാണ്. എന്താ ശേഖരപിള്ളേ, അതല്ലേ എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിലാക്കി തരാടോ. സമരക്കാർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചത് ചെളിവെള്ളമെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിക്കാട്ടിയത് സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. റോഡിലെ കുഴിയിൽ നിന്ന് കോരിയെടുത്ത വെള്ളം. കള്ളം, പച്ചക്കള്ളം. ഇപ്പൊ മനസ്സിലായില്ലേ രമേശ, ഇത് രത്നം പതിപ്പിച്ച തുണയാണെന്ന്. കലക്കവെള്ളം റോട്ടിൽ നിന്ന് കോരിയെടുത്തു കൊണ്ടുവന്ന് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ആരും സൂത്രം കാണിച്ചാ. ഉയർത്തിക്കാട്ടിയ ആ കുപ്പിയിലെ വെള്ളം വന്ന വഴി ചില ഫോട്ടോകളിലൂടെ വ്യക്തമായി. തൂക്കിയല്ലോ നാദാ. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ജലപീരങ്കിയിലെ വെള്ളം റോഡിലെ കുഴിയിൽ തളം കെട്ടിക്കിടന്നപ്പോൾ ഒരു പ്രവർത്തകൻ അത് കുപ്പിയിൽ കോരിയെടുത്ത് കെ രാജന് കൈമാറുകയായിരുന്നു. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 എല്ലാവർക്കും പറ്റേ.